بسم الله الرحمن الرحيم أيحسب الإنسان أن يترك سدى സ്നേഹധരണീയരായ ഈ വേദിയിലും മഹത്തായ മജ്‌ലിസിലും ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ പ്രോഗ്രാമിനെ ഇതിന്റെ ശബ്ദപരിധിയുടെ ഉള്ളിലിരുന്നുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവനേറെ ഇഷ്ടപ്പെടുന്ന സമയത്തിലും സന്ദർഭത്തിലുമാണ് നാം സംഗമിച്ചിട്ടുള്ളത്. ഇത്തരത്തിലൊരു അവസ്ഥയെ അനുകൂലമാക്കിയ റഹ്മാനായ റബ്ബിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തത്തെ ചെലവഴിക്കുന്ന സമയത്തെ നാളെ പരലോകത്ത് സ്വാലിഹായ ഒരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് കൊണ്ട് പഠിക്കുന്ന സദസ്സുകൾ ഇസ്തിഗ്ഫാറിന്റെ മജ്‌ലിസുകളാണ്. ഈ സദസ്സ് വിരിയുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അറിയാതെ പോയ പാപങ്ങളെല്ലാം വിശാലമായി പാപങ്ങളും പുറത്തു തരുന്ന നമുക്ക് വിട്ടു പുറത്തു എല്ലാം അവനെ ശുദ്ധീകരിക്കുക. കേരളത്തിലെ ആദർശ സംഘടനയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ യുവഘടകമായ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി കേരളത്തിന്റെ എല്ലാ ഇതുപോലെയുള്ള ഇടങ്ങളിലും നൂറുകണക്കിന് തസ്ഫിയകൾ നടന്നു കഴിഞ്ഞു. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ ചന്ദേര പ്രദേശത്തും അത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അടുത്ത മാസം ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറത്ത് വെച്ച് സംഘടിപ്പിക്കുന്ന വിസ്ഡം യൂത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രദേശത്ത് നമ്മൾ സംഗമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മോട് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാന്യ ഗുരുനാഥൻ ഷുറൈഹ് സലഫി നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് പകർന്നു തന്ന എന്റെ ആമുഖ സംസാരം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹുവിന്റെ സൃഷ്ടിവർഗങ്ങളിൽ ശ്രദ്ധേയരായ നമ്മൾ ഓരോരുത്തരും നമ്മെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ അല്ലാഹുവിന് തികഞ്ഞ ഹിക്മത്തും വ്യക്തമായ ലക്ഷ്യവും നിശ്ചയവും തീരുമാനവും ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
മനുഷ്യൻ അല്ലാഹുവിന്റെ കോടിക്കോടിക്കണക്കിന് സൃഷ്ടിവർഗങ്ങളിൽ നിസ്സാരനായ ഒരു ജീവിയാണ്. മനുഷ്യരെക്കാൾ സൂക്ഷ്മമായി കാണുന്ന ജീവജാലങ്ങളുണ്ട്. ശാരീരിക വലുപ്പത്തിൽ നമ്മെ കവച്ചു വെക്കുന്ന എത്രയോ ജീവിവർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ശക്തിയിലും ഓട്ടത്തിലുമെല്ലാം നമ്മേക്കാൾ കഴിവുള്ള ജീവജാലങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ മനുഷ്യരായ നമ്മെ അതിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് വിശേഷ ബുദ്ധിയാണ്. ധർമ്മവും അധർമ്മവും തിരിച്ചറിയുവാനുള്ള, സത്യവും അസത്യവും തിരിച്ചറിയുവാനുള്ള മഹത്തായ ബുദ്ധി അല്ലാഹു നമുക്ക് മാത്രമേ നൽകിയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങളിൽ സൃഷ്ടിവർഗങ്ങളിൽ നിന്ന് നമ്മെ വ്യത്യസ്തരാക്കുന്ന ഘടകം അതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ ഒരു സൂറത്താണ് സൂറത്തുൻ നാസിആത്ത്. ആ സൂറത്തിന്റെ 27-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹ, നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ, അതല്ല ആകാശമാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ആകാശമാകുന്ന പ്രവിശാലമായ സൃഷ്ടിയെ, ഭൂമിയാകുന്ന വിശാലമായ സൃഷ്ടിയെ അല്ലാഹു സൃഷ്ടിച്ച അത്ര പ്രയാസകരമല്ല നമ്മെ സൃഷ്ടിക്കാൻ എന്നർത്ഥം. അല്ലാഹുവിന്റെ ഏതേത് സൃഷ്ടിവർഗങ്ങളാണെങ്കിലും അതൊന്നും അല്ലാഹു വെറുതെ കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മാ ഖലഖന ഇല്ലാ ബിൽ ഹഖ്, ന്യായമായ ഒരു കാര്യത്തോടു കൂടിയല്ലാതെ ഒന്നിനെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അത് ആകാശമായാലും ഭൂമിയായാലും ഏതേത് വർഗങ്ങളായാലും. പക്ഷെ ഇതിനെയൊക്കെ പഠിച്ച് മനസ്സിലാക്കി അല്ലാഹുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ജീവിതവും മരണവും നാം സംവിധാനിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല രൂപത്തിൽ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് ആരാണ് എന്ന് നോക്കുവാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു മനുഷ്യർക്ക് വേണ്ടി ഇവിടെ നൽകിയിട്ടുള്ളത്. അല്ലാതെ മറ്റുള്ള ജീവജാലങ്ങൾ മണ്ണോട് ചേർന്ന് പോകുന്നത് പോലെ ഭക്ഷണം കഴിച്ച് ഇണചേർന്ന് കിടന്നുറങ്ങി പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ മണ്ണോട് ചേരാനല്ല അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് ഖുർആൻ നമ്മോട് ചോദിച്ചൊരു ശ്രദ്ധേയമായ ഒരു ചോദ്യം, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെ നാം വൃഥ കളിതമാശക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു പോയോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, എന്നിലേക്ക് നിങ്ങൾ മടക്കപ്പെടില്ല എന്നും നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചു പോയോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഈ ചന്ദേര പ്രദേശത്ത് ഈ പ്രോഗ്രാമിന് ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും ഈ ഒരു ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണ് നമുക്ക് വിശേഷ ബുദ്ധി നൽകി മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കി നമ്മെ സൃഷ്ടിച്ചത്? അവിടെയാണ് ഖുർആൻ വീണ്ടും നമ്മോട് പറഞ്ഞത്, അയഹ്സബുൽ ഇൻസാനു അൻ യുതറക സുദാ, മനുഷ്യൻ വിചാരിച്ചു പോയോ എന്ത്
നാളെ പരലോകത്തേക്ക് കടന്നു വരാതെ മണ്ണോട് ചേർന്നു പോകുന്ന രൂപത്തിൽ വെറുതെ ഞാൻ അവനെ അങ്ങ് വിട്ടേച്ച് കളയുമെന്ന് ആരെങ്കിലും വിചാരിച്ചു പോയോ? അതുകൊണ്ട് എന്തിനാണ് ഈ ജീവിതമെന്ന് ചോദിച്ചാൽ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: ഏതൊരു റബ്ബാണോ നമുക്ക് ജന്മം നൽകിയിട്ടുള്ളത്, ഏതൊരു നാഥനാണോ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അറകളിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്നത്, ഏതൊരു നാഥനാണോ ഇവിടെ നമ്മെ എത്തിച്ചിട്ടുള്ളത്, ആ നാഥനെ ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുവാനും അവന്റെ തൃപ്തികരമായ ജീവിതം നയിക്കുവാനും വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാരെ അള്ളാഹു ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പറഞ്ഞയച്ചത്. പ്രവാചകന്മാർ കടന്നു പോകാത്ത ജനത കടന്നു പോയിട്ടില്ല എന്നാണ് അല്ലാഹ് പറയുന്നത് വിശുദ്ധ ഖുർആനിലൂടെ. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് നരകത്തിലേക്ക് ചില ധിക്കാരികളെ അള്ളാഹു കൊണ്ടുപോകുമ്പോ, സത്യം സ്വീകരിക്കാത്ത നിഷേധികളായ ആളുകളെ നരകത്തിന്റെ അഗ്നിജ്വാലകളിലേക്ക് അല്ലാഹ് കൊണ്ടുപോകുമ്പോ, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അവരോട് ചോദിക്കുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്: അലം യഅതികും നദീർ, നിങ്ങളിലേക്ക് താക്കീതന്മാര് കടന്നു വന്നിരുന്നില്ലയോ? സത്യവും അസത്യവും വേർതിരിച്ച് പറഞ്ഞു തരാൻ, ധർമാധർമ്മങ്ങൾ പറഞ്ഞു തരാൻ, ഹക്കിനെയും ബാത്തിലിനെയും പറഞ്ഞു തരാൻ നിങ്ങൾക്ക് താക്കീതന്മാര് വന്നിരുന്നില്ലയോ? ദുനിയാവിൽ വെച്ച് സത്യത്തെ സ്വീകരിക്കാൻ കൂട്ടാക്കാത്ത എല്ലാ അധികാരികളും നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് വിനയാന്വിതരായി അവർ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അവർ പറയുകയാണ്, ഞങ്ങളിലേക്ക് താക്കീതന്മാർ വന്നിരുന്നു, ഞങ്ങളിലേക്ക് മുന്നറിയിപ്പുകാരന്മാർ വന്നിരുന്നു, പക്ഷേ ഫകദ്ദബ്നാ, ഞങ്ങളവരെ കളവാക്കുകയാണ് ചെയ്തത്, നിഷേധിക്കുകയാണ് ചെയ്തത്. അവിടെ വെച്ചുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, കെഞ്ചുകയാണ്: അള്ളാഹുവേ, ഞങ്ങളൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ, ഈ സഗീർ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഞങ്ങൾ ആരും പ്രവേശിക്കില്ലായിരുന്നുവല്ലോ. ആ വിലാപം ആരും അവിടെ വെച്ച് വിലപിക്കാതിരിക്കാൻ അല്ലാഹ് നമുക്ക് സമയം നൽകിയിട്ടുണ്ട്. അത് ഏത് സമയത്താണ് തീർന്നു പോവുക എന്ന് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ഉപയോഗിക്കുന്ന എത്രയോ പ്രൊഡക്റ്റുകളുണ്ട്. നമ്മുടെ വസ്ത്രമാകാം, നമ്മുടെ വാച്ചാകാം, നമ്മുടെ ചെരുപ്പാകാം, നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഉപകരണങ്ങളുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വാഹനമുണ്ട്. ഈ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത പ്രൊഡക്റ്റുകളുടെ ഗ്യാരണ്ടി പോലും വാറണ്ടി പോലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എനിക്കും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏത് സമയത്തും ആ യാഥാർത്ഥ്യം നിന്നിലേക്ക് കടന്നു വരാം. എത്രയോ രാജാക്കന്മാർ ധിക്കാരത്തോടു കൂടി ജീവിച്ചവർ ഇന്ന് മണ്ണിനടിയിലാണ്. എത്രയോ വലിയ വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ച പല ആളുകളും ഇന്ന് മണ്ണിനടിയിലാണ്. എത്രയോ വലിയ തറവാടിൽ ജീവിച്ചു പോയവർ ഇന്ന് മണ്ണിനടിയിലാണ്. അവിടെയാണ് അള്ളാഹു നമ്മോട് പറഞ്ഞതെന്ത്? വലികുല്ലി ഉമ്മത്തിൻ അജൽ, എല്ലാ ഓരോ ജനതക്കും അള്ളാഹു ഒരു അജൽ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ പറയപ്പെട്ട കൃത്യമായ അവധി അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ, ആ പറയപ്പെട്ട കൃത്യമായ സമയം അങ്ങ് വന്നെത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പിന്തിപ്പിക്കാതെ മുന്തിപ്പിക്കാതെ കൃത്യമായി കൊണ്ട് അള്ളാഹു അത് അവരിൽ നടപ്പിലാക്കുന്നതാണെന്നല്ല നമ്മളോട് പറയുകയാണ്. എന്റെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് ഞാൻ ഈ സംസാരത്തെ കൊണ്ടുപോകുമ്പോ അടിവരയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: ജീവിതത്തിന്റെ എത്രയോ സമയം കഴിച്ചുകൂട്ടി നമ്മൾ ഈ ദുനിയാവില്, ആ കഴിച്ചുകൂട്ടിയ സമയത്തിൽ അധികവും നമ്മൾ ഓടി നടന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഭൗതികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്.
നമ്മുടെ ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പരലോകത്തിന് വേണ്ടി യാതൊന്നും അധ്വാനിക്കാതെ വെറും കൈയോടെ മടങ്ങിപ്പോകുന്ന എത്രയോ മനുഷ്യരുണ്ടായിട്ടുണ്ട്. അതിൽ ഈ ചന്തേരയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരും പെട്ടുപോകാൻ പാടില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ മയ്യത്തുകൾ കണ്ടവരാണ് നമ്മള്. ഒരുപക്ഷെ എത്രയോ മയ്യത്തിന്റെ പിന്നാലെ നമ്മൾ വഹിച്ചു പോയവരാണ്. ഒരുപക്ഷെ എത്രയോ മയ്യത്തുകൾ നമ്മൾ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചവരാണ്. എത്രയോ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് 3 പിടി മണ്ണ് വാരി ഇട്ടവരാണ്. എത്രയോ മയ്യത്തുകൾക്ക് വേണ്ടി നമ്മൾ തസ്ബീഹ് ചൊല്ലിയവരാണ്. സഹോദരങ്ങളെ, എങ്കിൽ അങ്ങനെ ഒരു ദിവസം നമ്മുടെ മേലും കടന്നു വരാനില്ലയോ? അവിടെയാണ് ഇമാം ശാഫിഈയുടെ ദീവാനിൽ ചില വരികൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം പറയുകയാണ്, തസവ്വദ് മിനത് തഖ്വാ ഫഇന്നക ലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. ശ്രദ്ധേയമായ നമ്മളൊക്കെ ഓർത്തിരിക്കേണ്ട വചനങ്ങളാണത്. തസവ്വദ് മിനത് തഖ്വാ. ജീവിതത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹു ഒരു സിട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സൂക്ഷ്മതയുള്ള ജീവിതമാണ്, തഖ്വയുള്ള ജീവിതമാണ്. ആ ജീവിതം നീ ധാരാളം അധികരിപ്പിച്ചോ എന്നാണ് പറയുന്നത്. എന്തേ അത് പറയാൻ കാരണമെന്നറിയുമോ? ഫഇന്നക ലാ തദ്രീ. കാരണം നിനക്കറിഞ്ഞുകൂടാ മോളെ എന്ത്? ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. നാളെ ഒരു പ്രഭാതത്തിലേക്ക് നീ ജീവനോടെ ഉണ്ടാകുമോ എന്ന്, നീ ഹയാത്തോടെ ഉണ്ടാകുമോ എന്ന് നിനക്ക് അറിയില്ലല്ലോ. വകം മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലത്തിൻ. എത്രയോ ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഒരുപക്ഷെ അവർ ഹോസ്പിറ്റലുകളിലേക്ക് പോയ കാലം മറന്നിട്ടുണ്ടാകും. ചെറിയ രോഗങ്ങൾക്ക് പിലിസ് കുടിച്ചു എന്നുള്ളതല്ലാതെ കാര്യമായ രോഗങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യരല്ലയോ പെട്ടെന്ന് യാത്ര പറഞ്ഞു പോകുന്നത്. വകം മിൻ അലീലിൻ ആശഹീനം മിനദ് ദഹ്രി. എന്നാൽ എത്രയോ കാലങ്ങളായി രോഗിയായി കിടക്കുന്ന ആളുകളില്ലയോ? മരുന്നിന്റെ മണവുമായി വാട്ടർ ബെഡിൽ കിടക്കുന്നവരില്ലയോ? ഹോസ്പിറ്റലിന്റെ അന്തരാളങ്ങളിൽ കിടക്കുന്നവരില്ലയോ? അവരൊന്നും ഇന്നും മരിക്കാതെ ദുനിയാവിൽ ബാക്കിയാകുന്നില്ലേ? കുഴപ്പമില്ലാത്ത എത്രയോ ആളുകളല്ലേ ആക്സിഡന്റായി മരിക്കുന്നത്? എത്രയോ ആളുകളല്ലേ ഒരു സൈലന്റ് അറ്റാക്കായി മരിച്ചു പോകുന്നത്? ഒരു നെഞ്ചുവേദന വന്നതാണ് മറിഞ്ഞു പോയതല്ലേ? കണ്ടില്ലേ, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചൊരു വീഡിയോയാണ്. ഒരു PSC കോച്ചിങ് നടക്കുന്ന ഒരു സദസ്സാണ്. ആ സദസ്സിലതാ നടുവിലിരിക്കുന്ന ഒരു യുവാവ് പെട്ടെന്ന് തന്നെ മുമ്പിലിരിക്കുന്ന ഡെസ്കിലേക്ക് മറിഞ്ഞു വീഴുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന യുവാക്കൾ അതാ അദ്ദേഹത്തെ താങ്ങി പിടിച്ചപ്പോ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഇടയിലേക്ക് ഊർന്നു വീണു പോവുകയാണ്. പ്രായമായിട്ടില്ല മരിക്കാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. ഒരു സൈലന്റ് അറ്റാക്കാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം തൊണ്ടക്കുഴിയിലേക്ക് വരുന്നതിന് മുന്നേ ജീവിതത്തെ അള്ളാഹു പറഞ്ഞതുപോലെ കരുപ്പിടിപ്പിക്കാൻ, അല്ല പറഞ്ഞതുപോലെ ചെത്തിമിരിക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഫകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹികാ. എത്രയോ ചുറുചുറുക്കുള്ള യുവാക്കളാണ് വീട്ടിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ബൈക്കിൽ കയറി അവർ വീട് വിട്ടിറങ്ങുന്നത്, 4 വീലറിൽ അവർ കയറുന്നത്, ട്രെയിനിലൂടെ അവർ യാത്ര ചെയ്യുന്നത്, ബസ്സിലൂടെ അവർ യാത്ര ചെയ്യുന്നത്. പക്ഷേ അവരാരും അറിയുന്നില്ലല്ലോ എന്ത്? വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രീ. അവരെ കെട്ടിവരിഞ്ഞ് പൊതിയാനുള്ള കഫം പുടവ കാസർഗോഡ് ജില്ലയുടെ ഏതോ ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടുണ്ട് എന്ന് അവർ ആരും അറിയുന്നില്ലല്ലോ എന്നുള്ള ആശയമാണ് ആ കവിതയിൽ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞതെന്ത്? മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന സഹാബി വര്യനാണ്.
ഹബീബായ പ്രവാചകന്റെ സുന്നത്തിനെ ചാണിന് ചാണായി പിൻപറ്റിയ വ്യക്തിയാണ്, മുഴത്തിന് മുഴമായി പിൻപറ്റിയ വ്യക്തിയാണ്. ആ സഹാബിയോട് ഹബീബായ പ്രവാചകൻ ഇങ്ങനെ അദ്ദേഹം തന്നെ പറയുകയാണ്, അഖദ റസൂലുള്ളാഹ് ബിമൻകിബി, എന്റെ തോളിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് എന്റെ ഹബീബനോട് പറഞ്ഞു, എന്ത്? കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഓ ഇബ്നു ഉമറേ, മോനെ, ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണേ, ക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു മരത്തണലിലേക്ക് മാറിയിരിക്കുന്നവനെ പോലെ, ക്ഷീണം മാറ്റാൻ വേണ്ടി വാഹനം ഒന്ന് സൈഡാക്കിയിട്ട് ഒന്നുറങ്ങിയിട്ട് ക്ഷീണം മാറിയാൽ യാത്ര തുടരുന്നത് പോലെ അതുപോലെയാകണേ നീയെ. ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നീ ഒരു വിദേശിയെ പോലെയാകണേ. നീ ഒരു വിദേശിയായത് എന്തിനാണ്? എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ ആളുകൾ വർഷങ്ങളായി പ്രവാസികളായിരുന്നില്ലയോ? ജീവിതത്തിൽ വേണ്ടത് അതേ സമാഹരിച്ചു കഴിഞ്ഞാൽ, അധ്വാനിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് പോലെ യഥാർത്ഥത്തിൽ ലോകത്തേക്ക് തിരിച്ചു പോകാനുള്ളതാണെന്നാണ് മഹാനായ പ്രവാചകൻ ആ സഹാബിയോട് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലോകത്തിന്റെ പല കോണുകളിലായി ഈ മഹായാഥാർത്ഥ്യം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് സമയമില്ല, കാലമില്ല, വയസ്സില്ല, സിറ്റുവേഷൻസുകൾ ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. അവിടെയാണ് ഹബീബായ പ്രവാചകൻ വീണ്ടും പറഞ്ഞതെന്ന്, ഇദാ അറാദല്ലാഹ് ഖബ്ല അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ബിഹാ ഹാജ. ഈ മണ്ണിൽ വെച്ചുകൊണ്ടാണ് നീ മരിക്കുന്നതെങ്കിൽ, കാസർഗോഡ് ജില്ലയിൽ വെച്ചുകൊണ്ടാണെങ്കിൽ, കാഞ്ഞങ്ങാട് വെച്ചുകൊണ്ടാണെങ്കിൽ, കാസർഗോഡ് ടൗണിൽ വെച്ചുകൊണ്ടാണെങ്കിൽ, UAE മണ്ണിൽ വെച്ചുകൊണ്ടാണെങ്കിൽ, അവിടെ നിനക്കല്ലാഹു ഒരു ആവശ്യം തരുന്നതാണ്, നിന്നെ മരിപ്പിക്കാനല്ല അവിടെ എത്തിക്കുന്നതാണെന്ന് ഹബീബായ പ്രവാചകൻ പറയുകയാണ്. ഇതൊന്നുമല്ല പ്രശ്നം. എവിടെ വെച്ച് മരിക്കട്ടെ, എങ്ങനെ മരിക്കട്ടെ, അതൊന്നുമല്ല പ്രശ്നം. നേരെ മറിച്ചുകൊണ്ട് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് മരണം വന്നെത്തുന്നത് വരെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ എല്ലാ ഖുതുബയിലും പറയാറുള്ളത് എന്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണേ. നീ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കേണ്ട മുറപ്രകാരം കാത്തു സൂക്ഷിക്കണേ. നീ സമർപ്പണത്തിന്റെ മതമായ ഇസ്ലാം സ്വീകരിക്കാതെ അല്ലാഹു വരക്കിയ മതത്തിന് അംഗമാകാതെ നീ മരിച്ചു പോകല്ലേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഖുതുബയുടെ ആമുഖത്തിൽ എപ്പോഴും പറഞ്ഞിരുന്ന വാക്കാണ്. ആ വാക്ക് ശ്രദ്ധിക്കാതെ ജീവിച്ചു പോയാൽ, ജീവിതത്തെ ആ രൂപത്തിൽ മിനിക്കാതെ പോയാൽ, ശ്രദ്ധേയമായ ജീവിതം നയിക്കാതെ മുന്നോട്ട് പോയാൽ, സഹോദരങ്ങളെ, മരിക്കുന്ന സമയത്ത് തന്നെ വിലപിക്കേണ്ടി വരും. എന്താണ് ആ വിലാപം എന്നറിയുമോ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ. അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോ ആ സമയത്ത് അവർ പറയുന്ന വാക്കാണെന്ത്? അല്ലാഹ്, ഒന്നുകൂടെ എന്നെ നീ ഭൂമിയിലേക്ക് തിരിച്ചുവിടുമോ? എന്തിനാണ് ആ കെഞ്ചുന്നതെന്നറിയുമോ? എന്തിനാണ് ആ വിലപിക്കുന്നതെന്നറിയുമോ? അല്ലാഹുവേ, നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഒരുപാട് നന്മകളുണ്ട്, നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഒരുപാട് അവസരങ്ങളുണ്ട്. സൂചിപ്പിച്ചു വന്നത് അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സാകുന്ന മഹാനുഗ്രഹത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായില്ല എങ്കിൽ മരണത്തിന്റെ സമയത്ത് തന്നെ ചില ആളുകൾ വിലപിക്കുന്ന വിലാപത്തെ കുറിച്ചുകൊണ്ട് 23-ാം അധ്യായത്തിന്റെ 99-ൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനമാണ് ഞാൻ കേൾപ്പിച്ചത്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അല്ലാഹുവേ, ഒന്നുകൂടെ എന്നെ ഭൂമിയിലേക്ക് തിരിച്ചു വിടുമോ എന്നാണ്. ലഅല്ലി യഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്. നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ഒരുപാട് നന്മയുടെ അവസരങ്ങളെ ഒന്ന് തിരിച്ചു പിടിക്കാൻ
ഈ വാക്ക് ആര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? ലോകത്ത് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി, ദുനിയാവിൽ അനുഗ്രഹിച്ച, പക്ഷെ അതിനൊന്നും നന്ദി കാണിക്കാതെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഫറോവ. അവൻ ചെങ്കടലിന്റെ അടിത്തട്ടിൽ അവന്റെ മൂക്കിലൂടെ ഉപ്പുവെള്ളം അടിച്ചു കയറിയപ്പോ, അവന്റെ വായിലൂടെ വെള്ളം കയറിയപ്പോ, ശ്വാസം കിട്ടാതെ അവൻ പിടയുമ്പോ അവൻ പറഞ്ഞു പോയ വാക്കായിരുന്നു ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ. ഹാറൂൻ നബിയുടെയും മൂസാ നബി അലൈഹിസ്സലാം അവരുടെ രക്ഷിതാവിൽ ഞാൻ വിശ്വസിച്ചു കൊള്ളാം. പക്ഷെ അല്ലാഹു അവരോട് പോലും അദ്ദേഹത്തോട് പോലും പറഞ്ഞ വാക്കെന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഈ പറഞ്ഞ വാക്ക് വെറും മുള്ളുപൊള്ളയായ വാക്കാണ്. സമയം കഴിഞ്ഞുപോയി എന്ന് പറയേണ്ടുന്നൊരവസ്ഥ നമുക്കാർക്കും വരാതിരിക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, മടിപിടിക്കാതെ അധ്വാനിക്കുക. ഇമാം ഹസനുൽ ബസരി പറഞ്ഞൊരു വാക്ക് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. മാമിൻ യൗമിൻ യൻഷഖു ഫജറഹു ഇല്ലാ വയുനാദി. ഓരോ പ്രഭാതവും മോനെ മോളെ നിന്നിലേക്ക് കടന്നു വരുമ്പോ ആ ദിവസങ്ങൾ എല്ലാ ദിവസവും നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തയാ ഇബ്നു ആദം, ആദമിന്റെ മകനെ, അന ഖൽഖുൻ ജദീദ്, ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ്. ഈ ദിവസം ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. ഇനി നാളെ പുതിയൊരു ദിവസമാണ്. മറ്റന്നാൾ നാളത്തെ ദിവസമല്ല, പുതിയൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് സമയം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മഹാരഥനായ സലഫിൽപ്പെട്ട ഇമാം ഹസനുൽ ബസരി പറയുകയാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ. നാളേക്ക് വേണ്ടി എന്താണ് നിങ്ങളുടെ കൈകളിലുള്ളതെന്ന് നിങ്ങൾ ആലോചിക്കുകയും വേണേ. ആ കൈകളിലുള്ളത് എന്താണെന്ന് ചോദിച്ചത് സമ്പത്തിനെ കുറിച്ചല്ല കേട്ടോ, നിന്റെ ഏക്കറക്കണക്കിന് പറമ്പിനെ കുറിച്ചല്ല കേട്ടോ, നീ അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ കണ്ണിന്റെ കുളിർമയേകുന്ന നിന്റെ ഭവനമല്ല കേട്ടോ. അത് അമലുകളാണ്, ശിർക്ക് കലരാത്ത അമലുകളാണ്, ബിദ്അത്ത് കലരാത്ത അമലുകളാണ്. അങ്ങനെയുള്ള അമലുകളുമായി പരലോകത്ത് വന്നാലല്ലേ വിജയമുള്ളത്. അതാണ് അല്ലാഹു പറഞ്ഞത്, എന്ത്? യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നിന്റെ മക്കൾ നിനക്ക് ഉപകാരപ്പെടാത്ത ലോകമാണ് ആഖിറത്ത്. നിന്റെ സമ്പത്ത് നിനക്ക് ഉപകാരപ്പെടാത്ത ലോകമാണ്. അന്ന് നിനക്ക് ഉപകാരപ്പെടുന്നത് എന്ത് മാത്രമാണെന്നറിയുമോ? നീ രാത്രിയുടെ ഇരുളിൽ നടന്നു പോയ ആ സുബഹിക്ക് പോയ നമസ്കാരമുണ്ടല്ലോ, നീ നമസ്കരിച്ച തഹജ്ജുദുകളുണ്ടല്ലോ, നീ കൊടുത്ത നിന്റെ ആത്മാർത്ഥമായ സ്വതക്കകളുണ്ടല്ലോ, നീ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയ ദഅവത്തുണ്ടല്ലോ, ഇങ്ങനെയുള്ള നന്മകളല്ലാത്തതൊന്നും നിനക്ക് ഉപകാരപ്പെടാത്ത ലോകമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ആയത്തിന് വിശദീകരിക്കുന്ന ഭാഗത്ത് ഇമാം ഖത്താദ പറഞ്ഞ വാക്കുണ്ട്, എന്താണെന്നറിയുമോ? രക്ഷപ്പെട്ട മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശിർക്ക് കളരാത്ത മനസ്സാണ്, അതേ അല്ലാഹുവിൽ പങ്കു ചേർക്കാത്ത മനസ്സാണ്. ആ കാര്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഏത് ആയത്തിന്റെ? നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് അധ്വാനിച്ചതെന്ന് ഓരോ നഫ്സും ആലോചിച്ചു നോക്കട്ടെ എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ ചിന്ത എന്നറിയുമോ മോനെ മോളെ? ഹസിബോ അൻഫുസകും ഖബല അൻ തുഹാസബോ. നീ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കോടതിക്കൂട് പണിയണേ. ആ കോടതിക്കൂട്ടിൽ നിന്നെ നീ കയറ്റി നിർത്തണേ. എന്നിട്ട് ആരോരുമില്ലാത്ത, നിന്റെ ബിസിനസിനെ കുറിച്ച് ചിന്തകളില്ലാത്ത, നിന്റെ കുടുംബത്തെ കുറിച്ച് ചിന്തയില്ലാത്ത, നിന്റെ ടെൻഷൻസുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, നിന്റെ മൊബൈൽ ഫോണെല്ലാം ഓഫാക്കി വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് നിന്റെ മനസ്സിനോട് നീ ചോദിക്കുകയുണ്ട്, ഈ പോക്ക് ഞാൻ അങ്ങ് പോയാൽ ഞാൻ ഖബറിൽ രക്ഷപ്പെടുമോ, പരലോകത്ത് ഞാൻ രക്ഷപ്പെടുമോ എന്ന് സ്വന്തം ജീവിതത്തോട് എപ്പോഴും ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്.
എന്തിനാണെന്നറിയുമോ? ഈ ചന്തേരയിലെ ശാന്തഗംഭീരമായി ഹൽവയുടെ വക്കത്തിരിക്കുന്ന നമ്മളില്ലേ, ഈ ഇരുത്തം രേഖപ്പെടുത്താൻ അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. ഇവിടെ നിന്ന് വീട്ടിലേക്ക് പിരിഞ്ഞു പോയാലും അവിടെയും രേഖപ്പെടുത്തുന്നുണ്ട്. നിന്റെ കർട്ടനുകൾ തടാലും നിന്റെ കതകുകൾ അടഞ്ഞാലും നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ മലക്കുകൾ നിന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. മരിക്കുന്നതോടെ, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നതോടെ ആ രേഖകൾ ചുരുട്ടിക്കൊണ്ട് നിന്റെ പിരടിയിൽ ഏൽപ്പിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. ആ ഏൽപ്പിച്ച ആ രേഖകൾ ഉണ്ടല്ലോ, ആ രേഖകളുമായിട്ടാണ് നാളെ ഖബറുകളിൽ നിന്ന് എണീറ്റ് വരുന്നത്, സെമിത്തേരികളിൽ നിന്ന് എണീറ്റ് വരുന്നത്, ചുടലക്കളങ്ങളിൽ നിന്ന് എണീറ്റ് വരുന്നത്. ഗംഗാ നദികളിൽ ഭസ്മമായി ഒഴുക്കപ്പെട്ട മയ്യത്താണെങ്കിലും ശരി, അവിടെ നിന്നും നീ എണീറ്റ് വരുന്നത് അങ്ങനെയാണ്. ആ കർമ്മരേഖയുമായി എണീറ്റ് വരുമ്പോ അവിടെയാണ് അല്ലാഹു പറഞ്ഞതെന്ത്? വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. എല്ലാ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നാളെ ഉയർത്തിയെഴുന്നേൽപ്പിന്റെ ദിനത്തിൽ അവന്റെ കയ്യിലേക്ക് ഞാൻ ഒരു ഗ്രന്ഥം നൽകുന്നതാണ്. 60 വയസ്സുകാരാ, നീ കണ്ടത് അതിലുണ്ട്, നീ ഭക്ഷിച്ചത് അതിലുണ്ട്, നീ പെരുമാറിയത് അതിലുണ്ട്, നീ വിശ്വസിച്ചത് അതിലുണ്ട്, നീ ആചരിച്ചത് അതിലുണ്ട്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ കർമ്മങ്ങളും നിന്റെ വിശ്വാസങ്ങളും എല്ലാം ആ കിതാബിലുണ്ട്. 50 വയസ്സുകാരാ, നിന്റേതുമുണ്ട്. 30 വയസ്സുകാരി, 30 വയസ്സുകാരാ, നിങ്ങളുടേതുമുണ്ട്, എല്ലാവരുടേതുമുണ്ട്. ചില ആളുകളുടെ കയ്യിൽ ആ ഗ്രന്ഥം അങ്ങ് കിട്ടുമ്പോ അവർ പറയുന്ന വാക്കാണ് എന്ത്? യാ ലൈതനാ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറാ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാളിറാ വലാ യുളമു റബ്ബുക അഹദാ. അല്ലാഹു പറയുകയാണ് നമ്മളോട്. എന്താ പറയുന്നത്? ചില ആളുകളുടെ കയ്യിൽ കിതാബ് കിട്ടുമ്പോ ആ കിതാബിൽ ചെറുതു വലുതുമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോ പരാജയപ്പെട്ടവൻ പറയുന്ന വാക്കാണ്, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഞങ്ങളുടെ നാശമേ, ചെറുതും വലുതുമായതെല്ലാം ഇതിലുണ്ടല്ലോ. ആ കിതാബ് കിട്ടുമ്പോ അല്ലാഹു പറയുന്നത് ഒരു കാര്യം മാത്രമാണ്, ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ആ ഒരു ഗ്രന്ഥം നീ വായിച്ചു നോക്കൂ എന്ന് മാത്രമാണ് അള്ളാഹു നമ്മളോട് അവിടെ വെച്ച് പറയുന്നത്. അവിടെ വിയർക്കേണ്ടി വരരുത്, അവിടെ പരാജയപ്പെടേണ്ടി വരരുത്. ആ പരീക്ഷാ ഹോളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ബെല്ല് മുഴങ്ങുക എന്ന് പറയാൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരായത്ത് മാത്രം നിങ്ങളെ ഞാൻ കേൾപ്പിക്കുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. അങ്ങനെ ഒരു ദിവസത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം കേട്ടോ. ഗംഭീരമായ ലോകമാണത്. 50,000 കൊല്ലത്തെ നിൽപ്പിന്റെ ലോകമാണത്. എത്രയോ കോടി കിലോമീറ്റർ മുകളിലുള്ള സൂര്യനില്ലയോ? ആ സൂര്യന്റെ ചൂട് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ചാടകലെ ആ സൂര്യനെ കൊണ്ടുവരുന്ന ഒരവസ്ഥ ആലോചിച്ചു നോക്കുക. ഇരിക്കാൻ ഒരു സ്റ്റൂളില്ല അവിടെ, താങ്ങി നിൽക്കാൻ ഒരു തൂണില്ല അവിടെ, ഇരിക്കാൻ ഒരു ചെയറില്ല അവിടെ. 50,000 കൊല്ലത്തെ നിൽപ്പാണ്. ആ ലോകത്ത് ചെന്ന് നിൽക്കുമ്പോ അവിടെ പ്രവാചകന്മാർ തന്നെ പറഞ്ഞു പോകുന്ന വാക്കെന്താണെന്നറിയുമോ? യൗമ യദൂ ആദമും വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം മുതൽ അവിടെ നിന്നങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരും പറയുന്ന വാക്കാണ് ഞാൻ എന്താകും, ഞാൻ എന്താകും എന്നുള്ളത്. അവിടെ രക്ഷപ്പെടുത്താൻ നിന്റെ ഭാര്യ വരില്ല, അവിടെ രക്ഷപ്പെടുത്താൻ നിനക്ക് എന്തും ചെയ്തു തരുന്ന നിന്റെ ഭർത്താവ് വരില്ല, നിന്റെ മക്കൾ വരില്ല, നിന്റെ ചങ്ക് ബ്രോകൾ വരില്ല, നിന്റെ അയൽവാസികൾ വരില്ല. നിന്റെ അമലുകൾ മാത്രമേ അവിടെ നിനക്ക് സഹായകമായി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തൊണ്ടക്കുഴിയിലേക്ക് മരണം വന്നെത്തുമ്പോ ഈ വാക്ക് കേട്ടുകൊണ്ട് മരിക്കാൻ നമ്മൾക്ക് കഴിയണമെന്ന്. ഇന്നല്ലദീന ഖാലൂ
ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറയുകയും പറഞ്ഞാൽ മാത്രം പോരാ, സുമ്മസ്തഖാമോ നേരാമണ്ണം നിലകൊള്ളുകയും ചെയ്തവർ ആരാണോ അവരുടെ അടുക്കലേക്ക് അല്ല പറഞ്ഞേക്കുന്ന മലക്കുകൾ ഉണ്ടല്ലോ, അവർ പറയുന്ന വാക്ക് കേൾക്കണോ നിങ്ങൾക്ക്? സന്തോഷകരമായൊരു മരണമാണത്. അള്ളാഹു നമ്മെ അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്താണ് പറയുന്നതെന്നറിയുമോ? അതെ, നീ പേടിക്കണ്ട, നീ ദുഃഖിക്കണ്ട. അള്ളാഹുവിന്റെ സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് നിനക്ക് വരാനുള്ളത്, നിനക്ക് ലഭിക്കാനുള്ളത്. അങ്ങനെയുള്ള വാർത്തയാണ്. ഈ വാർത്ത കേട്ടുകൊണ്ടത് തന്നെയാകാം സഹോദരങ്ങളെ, ആ മയ്യത്തിനെ ആ ശവമഞ്ചത്തിൽ അങ്ങ് ഏറ്റുമ്പോ, വർഷങ്ങളായി കിടന്ന വീട് വിട്ടിറങ്ങുമ്പോ, ആ പടി വിട്ടിറങ്ങുമ്പോ, ആ മുറ്റവും കഴിഞ്ഞ് ഗേറ്റും കഴിഞ്ഞ് റോഡും കഴിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് നിന്നെ ഏറ്റിക്കൊണ്ടുപോകുമ്പോ നീ പറയുന്ന വാക്കെന്താണെന്നറിയുമോ? വഹയിന്റെ അടിസ്ഥാനത്തിൽ ഹബീബ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഖദ്ദിമോനേ ഖദ്ദിമോനേ, എന്നെ വേഗത്തിലൊന്ന് കൊണ്ടുപോകൂ എന്നാണ്. അത്ര വലിയ ഘനഗംഭീരമായ സുന്ദരമായ കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ കണ്ടിട്ടുള്ളത്. ഖബറിൽ അവന് സ്വർഗമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്: വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ദിവസത്തെ ഭയപ്പെടുന്നവരാരാണോ അവർക്ക് രണ്ട് സ്വർഗമുണ്ട് എന്നാണ്. ആ രണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ നിങ്ങൾ വായിച്ചോ? അത് ഒന്ന് ഖബറിലും സ്വർഗമുണ്ട്, പരലോകത്തിലും അവന് സ്വർഗമുണ്ട് എന്നാണ്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടെ വിട പറഞ്ഞു പോകാൻ ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ തുറന്നു വരുന്ന സംസാരങ്ങൾ എന്താണെന്നറിയുമോ? തീർത്തും നസീഹത്തോടെ കൂടിയുള്ള സംസാരങ്ങൾ എന്തിനാണെന്നറിയുമോ? നിങ്ങളെ വിശ്വാസത്തെ വിമലീകരിക്കാനാണ്, നിങ്ങളുടെ കർമ്മങ്ങളെ വിമലീകരിക്കാനാണ്. വിശ്വാസത്തിൽ ശിർക്കിന്റെ ആ വശത്തുള്ളി എത്തി വീണു പോയാൽ, അതുപോലെ കർമ്മങ്ങളിൽ വിദഗ്ധ കടന്നു വന്നു പോയാൽ ഈ പറയപ്പെട്ട ലോകം നമുക്ക് നഷ്ടമാണ്. അവിടെ നഷ്ടപ്പെടാതിരിക്കാൻ, അവിടെ പരാജിതരിൽപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായി ശക്തമായി പഠനം നടത്തുക, ജീവിതത്തിൽ അത് അമലാക്കുക, ലഭിക്കാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കുക. അതാണ് കേരളത്തിലെ ആദർശ സംഘടനയായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പല ദഅവാ സംരംഭങ്ങളുമായി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്കും അംഗമാകാം, ഈ പ്രബോധനത്തിന്റെ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾക്കും ഒരു തുള്ളിയാകാം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് നമ്മോട് മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ശുറൈഹി സലഫിക്ക് വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് എന്റെ സംസാരത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാം നാളെ പരലോകത്ത് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.